നമസ്കാരം. വി.എസ്. അച്യുതാനന്ദന് CPM ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചിരുന്നു എന്നത് ഒരു തർക്ക വിഷയമല്ല. മരിച്ചുപോയ വി.എസ്. ജീവിച്ചിരുന്ന വി.എസിനേക്കാൾ കരുത്തനും പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും സ്വീകാര്യനുമായിരുന്നെന്നും വലിയ അമ്പരപ്പോടെ തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പാർട്ടി ഒരു കാലത്തും വി.എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചിരുന്നില്ലെന്ന് ബോധ്യപ്പെടുത്താനുള്ള തിരക്കിലാണിപ്പോൾ. തിരുവനന്തപുരം സമ്മേളനത്തിൽ യുവ നേതാവ് M. സ്വരാജും ആലപ്പുഴ സമ്മേളനത്തിൽ ചിന്താ ജെറോമും വി.എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഇരുവരും മറ്റ് നേതാക്കളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഈ മലക്കം മറിച്ചിൽ. തിരുവനന്തപുരം സമ്മേളനത്തിനു ശേഷം പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോഴും ആലപ്പുഴ സമ്മേളനം ബഹിഷ്കരിച്ചും പാർട്ടിയിലെ ചിലർ തനിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചിരിക്കുകയാണെന്ന് വി.എസ്. സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. വി.എസ്. ഇങ്ങനെ ചെയ്തതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. CPM നേതാക്കൾ നിഷേധിക്കും തോറും ഈ ദൃശ്യങ്ങൾ കൂടുതൽ പ്രചരിക്കുകയാണ്. അതിനാൽ CPM നേതാക്കളുടെ നിഷേധ പ്രസ്താവനകൾ പരിഹാസ്യമായി തീരുന്നു. പതിവ് രീതിയിലുള്ള നുണപ്രചാരണം മാത്രമായി ജനങ്ങൾ അത് കണക്കിലെടുക്കുന്നുള്ളൂ. ജീവിച്ചിരുന്നപ്പോൾ സ്വന്തം പാർട്ടിയാണ് വി.എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചിരുന്നതെങ്കിൽ മരണശേഷം വി.എസ്. ആണ് പാർട്ടി നേതൃത്വത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കുന്നത്. പാർട്ടിയിലെ വിഭാഗീയതയുടെ ഭാഗമായി വി.എസിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനാണ് ശ്രമം നടന്നത്. ഒരു വേള ശാരീരികമായി പോലും വി.എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകാൻ പാർട്ടിയിലെ പ്രബല വിഭാഗം ആഗ്രഹിച്ചിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടി വരും. TP ചന്ദ്രശേഖരനെ പാർട്ടി നേതൃത്വത്തിന്റെ സകലവിധ ഒത്താശയോടെയും പൈശാചികമായി വധിച്ചത് വി.എസിനുള്ള മുന്നറിയിപ്പായിരുന്നില്ലേ? വി.എസും ഇത് തിരിച്ചറിഞ്ഞിരുന്നു. ഇതുകൊണ്ടാണ് പാർട്ടി നേതൃത്വത്തെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടും ധിക്കരിച്ചും വി.എസ്. TP ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത്. തന്റെ മുഖ്യമന്ത്രി പദ ലഭ്യതയ്ക്ക് തടസ്സമാകുമെന്ന് കണ്ടാണ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ വി.എസ്. പക്ഷത്തെ ഒന്നടങ്കം വിട്ടുനിരത്തി പിണറായി വിജയൻ പാർട്ടിയെ പിടിച്ചെടുത്തത്. സ്വന്തം തട്ടകമായ മാരാരിക്കുളത്ത് വി.എസിനെ തോൽപ്പിച്ചതും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം വി.എസിന് സീറ്റ് നിഷേധിച്ചതും മുഖ്യമന്ത്രിയായി 5 വർഷം ഭരിച്ച വി.എസിന് തുടർഭരണം ലഭിക്കാതിരിക്കാൻ ഇടതുമുന്നണിയെ തന്നെ തോൽപ്പിച്ചതും പിണറായി വിജയന് മുഖ്യമന്ത്രിയാവാനുള്ള മോഹം കൊണ്ടാണെന്ന് പതിറ്റാണ്ടുകൾ പാർട്ടി സഹയാത്രികരായിരുന്ന പലരും ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണല്ലോ. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം മുഖ്യമന്ത്രി ആയപ്പോഴും വി.എസിനോടുള്ള പിണറായിയുടെ പക തെല്ല് പോലും കുറഞ്ഞില്ല. ഒരിക്കൽ പറഞ്ഞത് പാടെ നിഷേധിക്കുക, അതുവരെ വാദിച്ച് സമ്മതിച്ചു കൊണ്ടിരുന്നതിന് ഘടകവിരുദ്ധമായി സംസാരിക്കുക, ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടുന്നവരെ കടന്നാക്രമിക്കുക, തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവർ കുറ്റക്കാരും തിരുത്താൻ തയ്യാറല്ലാത്ത തങ്ങൾ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നവരാണെന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുക കമ്മ്യൂണിസ്റ്റ് ശൈലിയാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം എടുത്താൽ ഇതിന് അപവാദമായി വളരെ കുറച്ചു പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സത്യം മറച്ചു പിടിച്ച് യുക്തിഭദ്രമായി നുണ പറയാനും ആത്മാർത്ഥത തൊട്ടു തീണ്ടാത്ത വിധത്തിൽ കാപട്യത്തോടെ പെരുമാറാനും കമ്മ്യൂണിസ്റ്റുകാർക്ക് മടിയില്ല. ഇത്തരക്കാരുടെ കൂടാരമാണ് ഇപ്പോഴത്തെ CPM. ജീവിച്ചിരുന്നപ്പോൾ വി.എസിനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചതിക്കുകയും ചെയ്തവരാണ് ഇന്ന് പിണറായി വിജയനൊപ്പം നിൽക്കുന്ന CPM നേതാക്കൾ. വി.എസിന്റെ രാഷ്ട്രീയ ഭരണ നിലപാടുകളെ എതിർക്കുകയല്ല ഇവർ ചെയ്തത്. TP ചന്ദ്രശേഖരനെ പോലെ വി.എസും കുലം കുത്തിയാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. ഒപ്പം നിന്നും അല്ലാതെയും വി.എസിനെ ചതിച്ചവരും അപമാനിച്ചവരും പരാജയപ്പെടുത്തിയവരും പിണറായിയുടെ കാലത്ത് അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തു. KN ബാലഗോപാലും M. സ്വരാജും ചിന്താ ജെറോമും ഒക്കെ ഇപ്രകാരം സ്ഥാനമാനങ്ങൾ ലഭിച്ചവരാണ്. ഫ്യൂഡൽ മാടമ്പിയെ പോലെ പെരുമാറുന്ന M. സ്വരാജ് MLA-യും പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി എഡിറ്ററും ഒക്കെയായി. ഏറ്റവും ഒടുവിൽ വി.എസ്. മരണം കാത്തു കിടക്കുമ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയുമായി. ഇതേ സ്വരാജ് ഇപ്പോൾ പറയുന്നത് മരണത്തിന് ശേഷം വി.എസിനെ എതിരാളികൾ ആക്രമിക്കുന്നു എന്നാണ്. ജനങ്ങളുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന ഈ രീതി CPM നേതാക്കൾക്ക് സഹജമായതിനാൽ ഇക്കാര്യത്തിൽ അവർക്ക് കുറ്റബോധമോ ലജ്ജയോ ഇല്ല. പിണറായി വിജയൻ പോലും വി.എസിന്റെ മഹത്വം വാഴ്ത്തുകയാണല്ലോ. എന്തുകൊണ്ടാണ് CPM നേതാക്കൾക്ക് വി.എസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപാട് ഉണ്ടാകുന്നത്, അവർ വിചിത്രമായി പെരുമാറുന്നത്? വി.എസിന്റെ മരണം CPM നേതൃത്വത്തെ ഒന്നടങ്കം വെട്ടിലാക്കിയിരിക്കുന്നു. ഭൗതികമായി ഇല്ലാതായി തീർത്ത വി.എസ്. അണികൾക്കിടയിൽ ആവേശമായി പടരുകയാണ്. നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ചാണ് ജീവിച്ചിരുന്ന കാലത്ത് പാർട്ടി സമ്മേളനങ്ങളിൽ കണ്ണേ കരളെ വി.എസ്. എന്ന മുദ്രാവാക്യം ഉയർന്നിരുന്നത്. സർവശക്തനായിരുന്നിട്ടും പിണറായി വിജയന്റെ പരസ്യമായ ഭീഷണിപ്പെടുത്തലുകൾ അണികൾ കാര്യമാക്കിയില്ല. ഇതേ മുദ്രാവാക്യം വി.എസിന്റെ വിലാപയാത്രയിൽ 10 മടങ്ങ് ശക്തിയോടെ ഉയരുന്നതാണ് CPM നേതൃത്വത്തെ അമ്പരപ്പിക്കുന്നത്.
VS-നെ അവസാനമായി ഒന്ന് കാണാൻ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ കാത്തുനിന്നവർ വെറും ഒരു ആൾക്കൂട്ടമല്ലെന്ന് CPM നേതാക്കൾക്ക് അറിയാം. പാർട്ടി വോട്ട് ബാങ്കിനെ പ്രഹരിക്കാനും തകർക്കാനുമുള്ള ശക്തി ഇതിനുണ്ടെന്ന് CPM നേതൃത്വം ഭയപ്പെടുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും VS-ന്റെ അദൃശ്യ ശക്തി പാർട്ടി അണികളെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാതിരിക്കില്ല. മൂന്നാമത് മുഖ്യമന്ത്രിയായ ശേഷം പിൻഗാമിയായി കണ്ടുവച്ചിരിക്കുന്നയാൾക്ക് ഇടയ്ക്ക് വെച്ച് അധികാരം കൈമാറാമെന്ന മോഹമാണ് പിണറായി വിജയൻ താലോലിക്കുന്നത്. പക്ഷേ VS ഇഫക്ട് ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇതൊരു സഹതാപ തരംഗമായിരിക്കില്ല, പ്രതികാര തരംഗമായിരിക്കും. ഈ തരംഗത്തിൽ പിടിച്ചു നിൽക്കാൻ CPM-നാവില്ല. VS ഈ പാർട്ടിയുടെ ഐശ്വര്യം എന്ന് പറയുന്ന ചിത്രം വെച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമം പാർട്ടി നടത്തിയേക്കുമെങ്കിലും വിജയിക്കുക എളുപ്പമല്ല. തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി തിരിച്ചടി നേരിടുന്നതോടെ മരണാന്തരവും VS CPM-ന് വർഗശത്രുവും കുലംകുത്തിയുമൊക്കെയായി മാറും. വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന VS-ന് പാർട്ടി ഒരു തെമ്മാടി കുഴിയൊഴുക്കും.